ഭാഗ്യവാനായ സൈനികൻ ഒരു യുദ്ധക്കളത്തിൽ മരിച്ചതായി അഭിനയിച്ചു കിടന്നു. എന്നാൽ ശത്രുക്കൾ യുദ്ധക്കളത്തിൽ ആരും ജീവനോടെയില്ലെന്ന് ഉറപ്പാക്കാൻ അവിടെ വെടിവെച്ചുകൊണ്ടിരുന്നു. ആ സൈനികൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നിട്ട് പതിയെ ഒരു ആയുധം കയ്യിലെടുത്ത് അടുത്തുള്ള ജർമ്മൻ ഉദ്യോഗസ്ഥന് നേരെ ലക്ഷ്യം വെച്ചു. പെട്ടെന്നൊരു ശബ്ദം അയാളെ തടഞ്ഞു. മരിച്ചതായി നടിച്ചു കിടന്നിരുന്ന മറ്റൊരു സൈനികനായിരുന്നു അത്. അയാൾ ഒരു സ്നൈപ്പർ വിദഗ്ധനായിരുന്നു. കണ്ണട വെച്ചയാൾ തോക്ക് അയാൾക്ക് കൈമാറി. അയാൾ തന്റെ കൈവശമുള്ള 5 വെടിയുണ്ടകൾ നിറച്ചു. എന്നിട്ട് അയാൾ ഒരു ദ്വാരത്തിലൂടെ ജർമ്മൻ ഉദ്യോഗസ്ഥന്റെ തലയ്ക്ക് വെടിവെച്ചു. അയാൾ വീണ്ടും ലക്ഷ്യം വെച്ച് അടുത്തൊരു ഹെഡ്ഷോട്ട് കൂടി നേടി. ഒരു കാവൽക്കാരന് എന്തോ പന്തികേട് തോന്നി അങ്ങോട്ട് വന്നു. ഒരു മടിയുമില്ലാതെ അയാൾ 3-ാമത്തെ വെടിയുതിർത്തു. 4-ാമത്തെ വെടി ഒരു ഗ്രനേഡ് എറിയാൻ ഒരുങ്ങുകയായിരുന്ന ഒരു സൈനികനെ കൊന്നുകൊണ്ടുള്ള മറ്റൊരു ഹെഡ്ഷോട്ടായിരുന്നു. അവസാനത്തെ ജർമ്മൻകാരൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പാഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ സൈനികൻ എഴുന്നേറ്റ് അയാളെയും വെടിവെച്ചിട്ടു. 5 വെടിയുണ്ടകൾ, 5 ഹെഡ്ഷോട്ടുകൾ. ഈ വെടിവെപ്പ് കണ്ടിട്ട് അടുത്തുള്ള ഓഫീസർ അമ്പരന്നുപോയി. യഥാർത്ഥ ഷാർപ്പ് ഷൂട്ടറെ മുന്നിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ധീരമായ ആശയം തോന്നി. അയാൾ ഈ ഷാർപ്പ് ഷൂട്ടറുടെ കഥ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന്റെ കഥ സോവിയറ്റ് സൈനികരുടെ മനോവീര്യം വിജയകരമായി വർദ്ധിപ്പിച്ചു.